ജീവിതത്തിൽ ഓരോ ദശയിലും വേണ്ട പോലെ ശിവോപാസന ചെയ്തില്ലല്ലോ എന്ന് പരിതപിച്ച് ഓരോ സന്ദർഭത്തെയും എണ്ണി എണ്ണി പറഞ്ഞ് ക്ഷമാപണം ചെയ്യുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസ്സംഗശുദ്ധനും ത്രിഗുണവിഹിരതനുമായ ഒരു മഹാത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. തീർത്തും വിപരീതമായി ജീവിച്ചതുകൊണ്ടുണ്ടായ അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന 9-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കര സ്തോത്രകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 8 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ ദശയിലും അവസ്ഥയിലും വേണ്ടതുപോലെ പ്രവർത്തിച്ചില്ലല്ലോ, ശിവോപാസന നിർവഹിച്ചില്ലല്ലോ എന്ന് പരിതപിച്ച് ഓരോ സന്ദർഭത്തെയും എണ്ണി എണ്ണി പറഞ്ഞ് ക്ഷമായാചനം ചെയ്യുകയാണ്. ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൊക്കെ ചെയ്യേണ്ടത് ചെയ്യാത്തതിനെക്കുറിച്ച് ചിന്തിച്ചു. ആ അപരാധങ്ങൾക്കൊക്കെ ക്ഷമായാചന ചെയ്തു. തുടർന്ന് പറയുകയാണ്, നഗ്നോ നിസ്സംഗശുദ്ധ ത്രിഗുണവിരഹിതോ ധ്വസ്തമോഹാന്ധകാരോ നാസാഗ്രന്യസ്തദൃഷ്ടിർ വിദിതഭവഗുണോ നൈവ ദൃഷ്ട കദാചിത് ഉന്മന്യാവസ്ഥയാ ത്വാം വിഗതഗതിമതി ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ഈ ഒരു ശ്ലോകം വളരെ ശ്രദ്ധിച്ച് അന്വയിക്കണം. 2 പ്രകാരത്തിൽ അർത്ഥം വരാം. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ തൻ്റെ കടന്നുപോയ അവസ്ഥകളിൽ വേണ്ട വിധം ശിവാരാധനം ചെയ്തില്ലല്ലോ എന്ന അപരാധത്തെയാണ് ഓർമ്മിക്കുന്നത്. ആ അർത്ഥത്തിൽ വരുമ്പോൾ താൻ യഥാകാലം സന്യാസ ദീക്ഷ സ്വീകരിച്ച് അല്ലെങ്കിൽ സന്യാസ വിധാനത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ലക്ഷ്യമായിരിക്കുന്ന ഈശ്വര തത്വദർശനത്തിലേക്ക് എത്തിയില്ലല്ലോ എന്നുള്ള ഒരു പരിതാപമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവൻ മുക്ത മഹാത്മാക്കളെ എനിക്ക് കണ്ടുമുട്ടാനായില്ലല്ലോ എന്ന പരിതാപവുമാവാം. നോക്കൂ, നഗ്നഃ നഗ്നനായി, നിസ്സംഗശുദ്ധ നിസ്സംഗതയാ ശുദ്ധനായി അഥവാ നിസ്സംഗനും ശുദ്ധനുമായി, ത്രിഗുണവിരഹിത 3 ഗുണങ്ങളെയും അതിക്രമിച്ച് സത്വരജസ് തമോ ഗുണങ്ങളുടെ വ്യാപാരത്തിനുപരി എത്തിച്ചേർന്ന്, ധ്വസ്തമോഹാന്ധകാര മോഹാന്ധകാരങ്ങളെ അഥവാ മോഹാന്ധകാരത്തെ ധ്വംസിച്ച്, നാസാഗ്രന്യസ്തദൃഷ്ടി നാസികയുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് സമർപ്പിക്കപ്പെട്ട ദൃഷ്ടികളോടുകൂടിയവനായി, വിദിതഭവഗുണ വിദിതഭവഗുണ ഭവൻ്റെ പരമേശ്വരൻ്റെ പാരമാർത്ഥികമായ ഗുണത്തെ അറിഞ്ഞവനായി, ശങ്കരം ന ദൃഷ്ട കദാചിത് ശങ്കരനെ ഞാൻ കണ്ടില്ലല്ലോ ഒരിക്കലും, ഇങ്ങനെയെല്ലാം ഉള്ളവനായി ഞാൻ തീർന്നില്ലല്ലോ, അഥവാ ഇങ്ങനെയെല്ലാം ഉള്ളവനായി തീർന്ന് ശങ്കരനെ കണ്ടില്ലല്ലോ ഞാൻ, കദാചിത് ഒരിക്കൽ പോലും. എന്തേ കാരണം? ഉന്മന്യാവസ്ഥയാ ഉന്മന്യാവസ്ഥ കൊണ്ട്,
മനസ്സിൻ്റെ സമനില തെറ്റിയ സ്ഥിതിയിൽ, ഭ്രാന്തമായ അവസ്ഥയിൽ, വിഗതഗതി മതി, ശരിയായ ഗതി നഷ്ടപ്പെട്ടവനായിട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോയ ഞാൻ യഥാകാലം സന്യാസദീക്ഷ സ്വീകരിച്ച്, അല്ലെങ്കിൽ ഇവിടെ വർണ്ണിക്കപ്പെട്ടതായ അവസ്ഥയിൽ എത്തിച്ചേർന്ന് ശങ്കരനെ കണ്ടില്ലല്ലോ എന്ന് നമുക്ക് വിസ്തരിച്ച് ഓരോ പദവും പഠിക്കേണ്ടതാണ്. അഥവാ ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം, നിസ്സംഗശുദ്ധനും നഗ്നനും ത്രിഗുണവിരഹിതനും ധ്വസ്തമോഹാന്ധകാരനും നാസാഗ്ര ന്യസ്തദൃഷ്ടിയും വിദിത ഭവഗുണനും ആയ ഒരു മഹാപുരുഷൻ, അങ്ങനെയുള്ളൊരു ജീവൻ മുക്ത മഹാത്മാവ് എന്നാൽ കാണപ്പെട്ടില്ലല്ലോ. എന്തുകൊണ്ട്? എൻ്റെ ഉന്മന്യാവസ്ഥ കൊണ്ടും തീർത്തും വിപരീതമായ ഗതിയോടൊത്തവനായി ജീവിച്ചതുകൊണ്ടും അത് ഹേതുവായുണ്ടാകുന്ന അപരാധങ്ങളെ മുഴുവൻ ഹേ ശംഭോ, ശിവ ശിവ ശിവ, നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് യാചിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഒരു ശ്ലോകം ഓരോ പദവും അർത്ഥം ചിന്തിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് അടുത്ത പ്രാവശ്യമാകാം എന്ന് ചിന്തിക്കാം.